ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. കണ്ണൂരിൽ CPM പുറത്താക്കിയ മുൻ ജില്ലാ കമ്മിറ്റി അംഗം വി കുഞ്ഞികൃഷ്ണന് പിന്തുണയുമായി പയ്യന്നൂർ കാരയിൽ ഫ്ലെക്സ് ബോർഡ്. കാരായിലെ സഖാക്കൾ എന്ന പേരിലാണ് ഇവിടെ ബോർഡ് ഉയർന്നത്. കള്ളന്മാർക്കും അടിമകൾക്കും പ്രവേശനമില്ല എന്നാണ് ബോർഡിലെ വാചകം. കാരായിലെ സഖാക്കൾ എന്ന സമൂഹ മാധ്യമ അക്കൗണ്ടുകളിലും വി കുഞ്ഞികൃഷ്ണനെ അനുകൂലിച്ച പോസ്റ്റുകളുണ്ട്. വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്നും മിഥുൻ പിള്ള ചേരുന്നുണ്ട്. മിഥുൻ, ഇപ്പോൾ പയ്യന്നൂരിലെ വജ്രായുധം അതെന്താണെന്ന് ചോദിച്ചാൽ കുഞ്ഞികൃഷ്ണന് തന്നെ പറയേണ്ടി വരും. കാരണം CPM-നെതിരെ പ്രതിരോധം തീർക്കാൻ കുഞ്ഞികൃഷ്ണനെ ഉപയോഗിക്കുന്നു. എന്തായാലും ഇപ്പോൾ ഈ കുടുംബപ്പോര്, അതായത് CPM-നുള്ളിൽ തന്നെ രണ്ട് വിഭാഗം ഉണ്ടെന്നാണ് മനസ്സിലാകുന്നത്. ഈ ഫ്ലെക്സ് ബോർഡും അതിനുള്ള സൂചനയാണോ? നമുക്കറിയാം, കണ്ണൂർ പയ്യന്നൂരിൽ CPM-ന്റെ മുൻ ജില്ലാ കമ്മിറ്റി അംഗം വി കുഞ്ഞികൃഷ്ണന് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതിന് പിന്നാലെ പിന്തുണയേറുന്നു, പാർട്ടിക്കുള്ളിൽ തന്നെ പിന്തുണയേറുന്നു എന്നതിലെ ഏറ്റവും വലിയ സൂചന തന്നെയാണ് ഈ തുടർച്ചയായി ഉയരുന്ന ഫ്ലെക്സ് ബോർഡുകൾ. ഇന്നിപ്പോൾ കണ്ണൂർ പയ്യന്നൂർ കാരയിലാണ് ഈ ഒരു ഫ്ലെക്സ് ബോർഡ് ഉയർന്നിരിക്കുന്നത്. കള്ളന്മാർക്കും അടിമകൾക്കും പ്രവേശനമില്ല എന്നാണ് ഈ ബോർഡിൽ പറയുന്നത്. കാരയിലെ സഖാക്കൾ എന്ന സമൂഹ മാധ്യമ അക്കൗണ്ടുകളിലും വി കുഞ്ഞികൃഷ്ണനെ അനുകൂലിച്ച പോസ്റ്റുകളുണ്ട്. CPM-ന്റെ ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്ന C വൈശാഖ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിമതനായി മത്സരിച്ച് വിജയിച്ച സ്ഥലമാണ് ഈ കാര എന്ന് പറയുന്നത്. അവിടെയും ഈ കുഞ്ഞികൃഷ്ണനെ പിന്തുണ ഏറുന്നു എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതായത് നേതൃത്വം കുഞ്ഞികൃഷ്ണനെ പലവരും കുറ്റപ്പെടുത്തിയപ്പോഴും അതൊന്നും ഈ അണികൾക്കിടയിൽ അതൊന്നും വിശ്വസിക്കാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ അണികൾ അതൊന്നും ഏറ്റെടുക്കുന്നില്ല എന്നതിന്റെ ഏറ്റവും വലിയ സൂചന തന്നെയാണ് ഇപ്പോൾ ഈ തുടർച്ചയായി ഇങ്ങനെ ഫ്ലെക്സ് ബോർഡുകൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. അശ്വതി, തീർച്ചയായും മിഥുൻ, വിവരങ്ങൾ വ്യക്തമാണ്. എന്തായാലും കുഞ്ഞികൃഷ്ണനെ ചൊല്ലി രണ്ട് വിഭാഗമുണ്ടെന്ന് തന്നെ വ്യക്തമാണ്. ഇത് കണ്ണൂരിൽ അല്ലെങ്കിൽ പയ്യന്നൂരിൽ CPM-നെ ഏൽക്കുന്ന വലിയ കനത്ത പ്രഹരം തന്നെയാണ്. പ്രത്യേകിച്ച് ഈ മധുസൂദനൻ MLA-ക്കെതിരെയുള്ള വജ്രായുധമായി കുഞ്ഞികൃഷ്ണൻ തന്നെ മാറ്റിക്കഴിഞ്ഞു.